ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ തന്നെ റെഡി ആയിട്ടോ. അപ്പോൾ നമുക്ക് അപ്പവും മുട്ടക്കറി ആയിരുന്നു. നമ്മൾ ഗ്രേവിയൊക്കെ തലേദിവസം റെഡിയാക്കി വെച്ചുകൊണ്ട് മുട്ടക്കറി വളരെ എളുപ്പമായിരുന്നു. പിന്നെ അപ്പത്തിനാണെങ്കിൽ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി നമ്മൾ കഴിച്ച ശേഷം കുഞ്ഞിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അവൾക്കാണെങ്കിൽ രാവിലെ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഒരു പകുതി എടുത്തിട്ട് നമ്മൾ വേവിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണാണ് നമ്മൾ രാവിലെ കൊടുക്കുന്നത് കേട്ടോ. 2-3 ടേബിൾ സ്പൂണൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവൾക്കതൊക്കെ കൊടുത്ത് അവൾ കുറച്ച് നേരം കളിച്ച് അത് കഴിഞ്ഞ് അവൾ ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ അവൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ തീർക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ 3 മീൻ ഇരിപ്പുണ്ടായിരുന്നു. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഐസ് പോകാനായിട്ട്. അതുപോലെ 2 മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മീൻ വളരെ കുറച്ചേ ഉള്ളൂ, പിന്നെ മാങ്ങയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് മാങ്ങയും മീനും കൂടി ഒരു കറി വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ ആട്ടോ. കാരണം എണീക്കുന്നതിനുള്ളിൽ തന്നെ നമുക്ക് അടുക്കളയിൽ എല്ലാ പരിപാടികളും കഴിക്കണം. അപ്പോൾ ഞാൻ ചോറ് രാവിലെ തന്നെ വെച്ചു. നമ്മൾ അപ്പം ഉണ്ടാക്കിയ സമയത്ത് തന്നെ തൊട്ടടുത്ത അടുപ്പിൽ നമ്മൾ ചോറ് റെഡിയാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാങ്ങയൊക്കെ കൂടെ എല്ലാ മസാലകളും ഇഞ്ചിയും പച്ചമുളകും സവാളയും ഇത് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് ഇത്തിരി എണ്ണയൊക്കെ ചേർത്ത് നന്നായിട്ട് കൂട്ടി തിരുമ്മി ഇത്തിരി വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ അടുപ്പിലോട്ട് വെക്കുക കേട്ടോ. നമ്മൾ കറി വെക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവൾ ഉറങ്ങി എഴുന്നേക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ചില സമയത്ത് കിടന്നുറങ്ങുള്ളൂ. ചില സമയത്ത് നല്ല പോലെ ഉറങ്ങും, ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ ഉറങ്ങും. അപ്പോൾ അവളുടെ ഇതനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അവളെ പോയി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ കറികളൊക്കെ വെച്ചു. അതിൻ്റെ കൂടെ കുറച്ച് ബീൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ബീൻസൊക്കെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് ഒരു തോരൻ വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ മാങ്ങയൊക്കെ ഒരു പകുതി വേവായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഓൾറെഡി മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മുടെ കറി നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കണം. അപ്പോൾ വെന്ത് ആ വെള്ളമൊക്കെ കുറച്ച് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വറ്റലമുളകും കുഞ്ഞുള്ളിയും ഒക്കെ കൂടെ താളിച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി അതോടുകൂടി റെഡിയായി. അപ്പോൾ നമുക്കിപ്പോൾ ഇത്തിരി കറി ഒന്ന് വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും 1-2 ദിവസത്തേക്ക് നമുക്ക് കറി വെക്കേണ്ട. നമ്മളിതിൻ്റെ കറി 2 ബോക്സിലായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇന്നും നാളേക്കായിട്ട് കഴിക്കാം. അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ എളുപ്പപ്പണികൾ. കറിയൊക്കെ ഒരുമിച്ച് കുറച്ച് കൂടുതലുണ്ടാക്കി വെക്കുക, ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ബീൻസ് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. നമ്മൾ ബീൻസൊക്കെ ഇവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി ഒനിയനും വെളുത്തുള്ളിയൊക്കെ കൂടെ ചതച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കറിവേപ്പിലയും ഇട്ട് നമ്മൾ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ബീൻസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത്തിരി ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ചെറു തീയിൽ ആവിയിലൊന്ന് വെന്തോട്ടെ കേട്ടോ. ഇനി ബീൻസ് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീൻസ് തോരൻ റെഡി കിട്ടും. പിന്നെ 2 ഏത്തപ്പഴം ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ 4 മണി ചായക്കായിട്ടുള്ള കടിയും നമ്മൾ പഴംപൊരി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാവ് എഴുന്നേറ്റു കേട്ടോ.